പത്തനംതിട്ടയിലോട്ട് പോയി ഇവൻ ഫോർച്യൂണർ. അപ്പം അതൊന്ന് ജസ്റ്റ് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിപ്പോൺ ടൊയോട്ടയിൽ പോകും. അപ്പം അതിൻ്റെ പീരിയോഡിക് സർവീസായി. അപ്പം കുറച്ച് പരിപാടികൾ ഉണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ മൈക്കിൻ്റെ കാര്യം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് ഇല്ല, വോയിസ് നല്ല ഷോവാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈക്കിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്യുകയോ മീൻസ് വീഡിയോയുടെ കയ്യിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പം എനിക്ക് ഈ ആധികാരികമായിട്ട് മൈക്കിനെ കുറിച്ച് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഏതാ വാങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നായിരുന്നു നല്ലതായിരുന്നു. നമ്മൾ പൊക്കോണ്ടിരുന്ന സമയത്ത് നമ്മുടെ മുരഹര എന്ന് പറഞ്ഞ ബസ്സിൻ്റെ പുറകിൽ ആ ബസ് പോകുന്ന റൂട്ട് കറക്റ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റാന്നി, കൊടുമൺ, പത്തനംതിട്ട ബസ് പോകുന്ന റൂട്ടുകളെല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി ആൾക്കാർക്ക്. അത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ നമ്മൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഷോറൂമിലോട്ട് പോകണം, നിപ്പോൺ ടൊയോട്ടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്കും വണ്ടിയുടെ ഔട്ട് സൈഡ് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് വീഡിയോ എടുത്തില്ല. അപ്പം പുറത്ത് ഇറങ്ങിയിട്ടൊന്ന് ഞാൻ കാണിക്കാം. ഫൈനലി നമ്മൾ നിപ്പോൺ ടൊയോട്ടയിലെത്തി. ഇനി യൂസ് ചെയ്യണം. ഫോർച്യൂണർ ജസ്റ്റ് ഒന്ന് കാണിക്കാണ്. ഇത് ഫുള്ള് ബ്ലാക്കിലാണ് വരുന്നത് വണ്ടി. ഫുള്ള് ബ്ലാക്ക് ടിൻ്റൊക്കെ ചെയ്തിട്ട് ഫുള്ള് ടിൻറ്റഡാണ് വണ്ടി. നമ്മുടെ പുതിയ അർബൻ ക്രൂയിസറാണ് ഇത്. അർബൻ ക്രൂയിസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ സുസുക്കിയും ടൊയോട്ടയും കൂടെ മെർജ് ചെയ്ത് നടക്കുന്ന വണ്ടിയാണ്. അപ്പം ഫോർച്യൂണർ സർവീസിന് ഇപ്പം ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇപ്പം വരാൻ വേണ്ടിയിട്ട്. അത്രയും സമയം ഇവിടെ പോസ്റ്റ്. അപ്പം നമുക്ക് ഇവിടെ കിടക്കുന്ന വണ്ടികൾ ജസ്റ്റ് കാണാൻ കഴിയും. ആക്ച്വലി ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെയിം. അർബൻ ക്രൂയിസറിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്, ഇൻറ്റീരിയർ നമ്മുടെ സെയിം വിറ്റാര സെയിം തന്നെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം വിറ്റാരയുടെ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടെ നമ്മുടെ ഗ്ലാൻസ ഇതുപോലെ തന്നെ നമ്മുടെ സുസുക്കിയും ടൊയോട്ടയും കൂടെ മെർജ് ചെയ്തിറക്കിയ ഒരു മോഡലാണ് ഗ്ലാൻസ. ഇത് ടൊയോട്ടയിൽ വരുമ്പോൾ ഗ്ലാൻസ, നമ്മുടെ സുസുക്കിയിൽ വരുമ്പോൾ ഇത് ബലേനോയാണ് വരുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെഹിക്കിളാണ്. എനിക്കൊന്ന് ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് തോന്നുന്നു സുസുക്കിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം ഡോറൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല റഷാണ്. നമ്മുടെ ഇത് സർവീസ്, ഇത് സെയിൽസാണ്. അപ്പുറത്ത് നമ്മൾ സർവീസും ഇവിടെ സെയിൽസുമാണ് വരുന്നത്. നല്ല കോസ്റ്റാണ് ഇവിടെ. ഇതാണ് നമ്മുടെ വാക്സും പോളിസും കാര്യങ്ങളുടെ ഇവിടെ സെറാമിക് ഗ്രഫൈൻ കോട്ടിങ് അങ്ങനത്തെ നമ്മുടെ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബോഡി പോളിച്ച് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നോർമൽ ബോഡി പോളിച്ച് അല്ലേ വണ്ടി ഇതുപോലെ ഏതോ ഷീറ്റിനടിയിൽ അങ്ങനെ കൊണ്ടിട്ട് ചെറിയ തുരുമ്പ് പോലെ ബോഡിയിലെല്ലാം ഉണ്ടായിരുന്നു, ചെറിയ പാടി. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ പോളിച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസും നമുക്ക് ഇവിടെ ഷോറൂമിൽ തന്നെ ചെയ്യാൻ പറ്റും. അർബൻ ക്രൂയിസറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ഡേ ആയിട്ടാണ് ഇവിടെ വാഷിങ് അതുപോലെ ഇവിടെ പോളിഷിങ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് സെക്ഷൻ ഫുള്ള് ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പോലെ നമ്മുടെ മെക്കാനിക്കൽ സർവീസും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നല്ല രീതിയിൽ പോസ്റ്റാണ് അത്യാവശ്യം ഇവിടെ. ഒത്തിരി നേരം സമയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ടിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈം നമുക്ക് പോസ്റ്റ് ആവാതിരിക്കാൻ പറ്റും ഗൈസ്. കഴിച്ചിട്ട് എക്സ്പീരിയ മൊബൈൽസിലൊന്ന് വരണമായിരുന്നു മൈക്കിൻ്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈക്കിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സ്പീരിയ മൊബൈൽസ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഷോറൂമിലോട്ട് പോകാം. തിരിച്ച് ഷോറൂമിലോട്ട് പോകണം. ഇനി സർവീസിന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം സർവീസ് ചെയ്ത് കിട്ടുമോ, ഇന്ന് കിട്ടുമോ. അത്യാവശ്യം നല്ല രീതിയിൽ റഷായിരുന്നു നമ്മൾ പോയ സമയത്ത്. ദിവസം കഴിഞ്ഞിട്ട്, കാരണം ഇതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാൻ ഇങ്ങനെ ഒരു പ്ലാനുണ്ട്. അപ്പം സർവീസും കാര്യങ്ങളും ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടറിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അല്ലേ, സ്റ്റാർട്ടർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് റെഡി ആക്കണമെന്ന് കൊണ്ടുപോയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഗൈസ് കാര്യങ്ങൾ. ഇന്ന് സർവീസ് ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്തുകൊണ്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ വേറെ ദിവസം നമുക്ക് ഇന്ന് സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഷോറൂമിലേക്ക് ഇതേ പിന്നെയും വന്നേക്കുന്നത്
അതിന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് കറക്റ്റ് ചോദിച്ചിട്ട് സർവീസ് ചെയ്തിട്ട് ടെക്കുള്ള അപ്ഡേറ്റ്സ് ഞാൻ പറയാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് പോവാണ്. ഇപ്പം വാട്ടർ സർവീസ് മാത്രം ചെയ്തില്ല, ബാലൻസ് ഉള്ള മെക്കാനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ വണ്ടിയിൽ. ഇത് വെക്കുന്ന നമ്മുടെ റോഡിൻ്റെ സിറ്റുവേഷൻ നമുക്കിപ്പോൾ പോകുമ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള യൂസുള്ള ഒരു ക്യാമറയാണിത്. ഇത് നമ്മളെല്ലാവരും വാങ്ങി വെക്കണം. നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പം ഇനിയിപ്പം സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടൂരോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പെൻഡിങ് ആയിട്ടുള്ള വാട്ടർ സർവീസും കൂടെ മാത്രമേ വാട്ടർ സർവീസും പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റാർട്ടറും ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്തു. അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പത്തനംതിട്ട സിഗ്നൽ